ദേവി ആദ്യം നടന്നു ചെന്നത് നിയയുടെ അടുത്തേക്കാണ്. നിങ്ങളോട് എനിക്ക് തോന്നുന്നത് ദേഷ്യമല്ല, ഒരുതരം സഹതാപമാണ്. നല്ലത് പറഞ്ഞു തരേണ്ട പ്രായത്തിൽ നിങ്ങളെ തിരുത്തി തരാതെ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം അച്ഛനും ചേട്ടനും കൂട്ടുനിന്നു. എന്നിട്ട് എന്തായി? ചതിയും വഞ്ചനയും കാണിച്ച് നേടിയെടുക്കാൻ സാധിച്ചോ ആഗ്രഹിച്ചതൊക്കെ? ഇല്ലല്ലോ. നമുക്ക് ഈ ഭൂമിയിൽ കാശും പണവും കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പക്ഷേ കിട്ടാത്തതായി പലതുമുണ്ട്. അതിലൊന്നാണ് സ്നേഹം. ഒരാളുടെ സ്നേഹം നമുക്കെങ്ങനെ തട്ടിപ്പറിച്ച് മേടിക്കാനൊന്നും പറ്റില്ല. അത് ഒരാളുടെ ഉള്ളിൽ തോന്നേണ്ട കാര്യം തന്നെയാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കേ. അതല്ല, ഇനിയും ഞങ്ങൾക്ക് പുറകെ വരാനാണ് ഭാവമെങ്കിൽ ഇത്രയും നാളും ഞാൻ പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ അച്ഛനും ചേട്ടനും എല്ലാം ക്ഷമിച്ചു നിന്നത്. ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല. ഞങ്ങൾക്കും വേണം ഒരു ജീവിതം. സന്തോഷത്തോടു കൂടി ഞങ്ങൾ ജീവിക്കും. അതിനെ തടസ്സമായി വന്നാൽ എന്താണെങ്കിലും ആ തടസ്സം ഏത് രീതിയിലും ഞങ്ങൾ മാറ്റിയെടുക്കും. ഇത് നിങ്ങൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. ചേട്ടനെയും അച്ഛനെയും ഇതുപോലെ തന്നെ എന്നും കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ. എൻ്റെ ഏട്ടൻ ആമയ്ക്ക് മാത്രമാണ് സ്വന്തം, ഇന്നും എന്നും. വിച്ചു ദേവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ പറയുന്നതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. അവളുടെ മുഖഭാവം മാത്രമായിരുന്നു അവൻ്റെ കണ്ണ് നിറയെ. താൻ ഇത്രയും നാളും കണ്ടിരുന്ന ഒരു ഭാവമേ അല്ലായിരുന്നു അവൾക്കപ്പോൾ. ദേവി പറയുന്നത് കേട്ട് മറുപടിയൊന്നും കൊടുത്തില്ലെങ്കിലും നിയയുടെ വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസത്തിൽ നിന്നും അവളുടെ ഉള്ളിലുള്ള ദേഷ്യം എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഡാനിയും ദർശനും ദേവിയുടെ ഇരുവശത്തും വന്നു നിന്നു, അവൾക്കൊരു കവചമെന്ന പോലെ. നിങ്ങൾ പേടിക്കണ്ട, ഇവരെന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവർക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്നീ നിമിഷം ഇവർ തോറ്റു എൻ്റെ മുൻപിൽ. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഇവർക്കില്ലേ ഏട്ടാ? പുച്ഛത്തോടെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ദേവി അമ്പിയുടെ അരികിലേക്ക് ചെന്നു. കല്യാണം മുടങ്ങിയ സമയത്ത് കണ്ണീരോടെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് ഞാൻ. എന്തിനാണ് നിങ്ങളെ സ്നേഹിച്ചതെന്ന്, വിവാഹം ആലോചിച്ചതെന്ന്, എന്തിനാ കല്യാണ പന്തലിൽ വെച്ച് എന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞതെന്ന്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ ഓർത്ത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്തതിൽ ഞാൻ നല്ല സന്തോഷത്തിൽ തന്നെയാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനും വളമാകൂ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയും എനിക്ക് തന്നത്. നിങ്ങൾ എന്നെ സ്നേഹിച്ച് വിവാഹം ആലോചിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്ക് കാർത്തു ചേച്ചിയെ ഉപേക്ഷിക്കേണ്ടി വന്നത്. അതുകൊണ്ട് എൻ്റെ ചേച്ചിക്ക് നിഖിലേട്ടനെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടി. ഇല്ലെങ്കിൽ ആണും പെണ്ണും കെട്ട നിൻ്റെ ഒപ്പം ജീവിക്കേണ്ടി വന്നേനെ എൻ്റെ ചേച്ചി. രണ്ട് കൈയും കെട്ടി അവൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ദേവി പറഞ്ഞു. എടി. ദർശനും ഡാനിയും വിച്ചുവുമെല്ലാം മുന്നിലേക്കാഞ്ഞു അവൾക്കരികിലേക്ക് വരാനായി. പക്ഷേ ദേവി അവരെയെല്ലാം കൈകൊണ്ട് തടഞ്ഞു. നീ എന്നെ തൊടില്ല. എൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നത് ആണൊരുത്തൻ കെട്ടിയ താലിയാണ്. ഈ താലിയെ നീ ഭയക്കേണ്ടി വരും, ഇത് കെട്ടിയവനെ അതിൽ കൂടുതലും. കേട്ടുനിന്ന ഓരോരുത്തരുടെയും മനസ്സ് നിറഞ്ഞു അത് കേട്ട്. അന്നാ കല്യാണപ്പന്തലിൽ വെച്ച് നീ ഉപേക്ഷിച്ചു പോയതിൽ ഇപ്പോൾ ഏറ്റവും അധികം ഞാൻ സന്തോഷിക്കുന്നതും അതിന് തന്നെയാണ് അമ്പി. ഒരുപക്ഷെ നീയെന്നൊരാളെ ഞാൻ പരിചയപ്പെടാതെയാണ് വിച്ചുവേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വില എനിക്ക് ശരിക്കും മനസ്സിലാവില്ലായിരുന്നു. നിന്നെപ്പോലെയുള്ളവരുണ്ടെങ്കിൽ മാത്രമേ വിച്ചുവേട്ടനെ പോലെയുള്ളവരുടെ വിലയും മനസ്സിലാവുകയുള്ളൂ. ഒന്ന് പോടി. ഒരുത്തൻ വന്ന് താലി കെട്ടിയെന്ന് കരുതി നീയെല്ലാം തികഞ്ഞവളാണെന്നൊന്നും വിചാരിക്കണ്ട. അതിനു മാത്രം ഒന്നുമില്ലടി നിന്റെ ഈ വിച്ചുവേട്ടൻ. അവളെ പരിഹസിക്കുന്നത് പോലെ വിച്ചുവിൻ്റെ പേര് അവൻ എടുത്തു പറഞ്ഞു. മുഖമടച്ചൊരടിയായിരുന്നു അതിനുള്ള ദേവിയുടെ ഉത്തരം. അമ്പി ആ അടിക്ക് മുന്നിൽ ഒന്ന് പകച്ചുപോയി. നിന്റെ ഈ പുഴുത്ത നാവുകൊണ്ട് ഇനി എൻ്റെ വിച്ചുവേട്ടൻ്റെ പേര് പറഞ്ഞാൽ നിനക്കൊന്നും ആ പേര് വിളിക്കാനുള്ള അർഹത പോലും ഇല്ലടാ. ആ മനുഷ്യൻ്റെ ഏഴയലത്ത് നിൽക്കാനുള്ള അർഹത പോലും നിനക്കൊന്നുമില്ല. എൻ്റെ ഏട്ടൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് നിനക്കറിയോ? ഞാനും മാമിയും ചേർന്ന് നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നു നമ്മളുടെ വിവാഹമെന്ന് നീ അറിഞ്ഞ ഈ നിമിഷത്തിൽ തന്നെയാണ് അദ്ദേഹവും അറിഞ്ഞത്. ദർശേട്ടനും ഡാനിച്ചനും ഞാൻ വിച്ചുവേട്ടനെ ചതിച്ചെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ആ മനുഷ്യൻ്റെ കണ്ണിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചവളായിട്ട് കൂടി ഒരു നോട്ടം കൊണ്ടുപോലും എന്നോട് ദേഷ്യം കാണിച്ചിട്ടില്ല അദ്ദേഹം. ഇപ്പോൾ ഈ കല്യാണത്തിന് പോലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആ മനുഷ്യൻ വന്നത്. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ചെയ്ത പുണ്യ എനിക്കെൻ്റെ വിച്ചുവേട്ടനെ കിട്ടിയത്. നിറഞ്ഞ കണ്ണുകളോടെയും വിതുമ്പുന്ന ചുണ്ടുകളോടെയും ദേവി പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ മനസ്സിനുള്ളിലെ മഞ്ഞുരുകിയതുപോലെയൊരു അവസ്ഥയിലായിരുന്നു വിച്ചു. ഇത്രത്തോളം അവളുടെ മനസ്സിൽ താനുണ്ടെന്ന് അറിഞ്ഞ നിമിഷം, അന്നവൾ തന്നെ ഉപേക്ഷിച്ചു പോയ നിമിഷം അനുഭവിച്ച വേദനയുടെ അധിക ഇരട്ടി അവൻ്റെ മനസ്സ് സന്തോഷത്താൽ ആർത്തുല്ലസിച്ചു.
നിറഞ്ഞ കണ്ണുകൾ മറ്റാരും കാണാതിരിക്കാനായി അവൻ തിരിഞ്ഞു നിന്ന് തുടച്ചു. കേട്ടുനിന്ന ഓരോരുത്തരുടെയും കണ്ണും മനസ്സും നിറയ്ക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു ആ വാക്കുകൾക്ക്. ലത വിച്ചുവിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. ഭാഗ്യം ചെയ്തവനാണ് നീ. എൻ്റെ മോളുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം നീ കേട്ടില്ലേ? എന്തിനാടാ നീ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കളയുന്നത്? അതങ്ങ് ഒഴുകിക്കോട്ടെ. എൻ്റെ മോൾക്ക് നിന്നോടുള്ള സ്നേഹമാണടാ ആ കണ്ണുനീര്. നിറഞ്ഞ കണ്ണോടെ വിച്ചു അത് ശരിവെക്കുന്നത് പോലെ തലയാട്ടി. ലതേ, അന്ന് വിച്ചുവിനെ സങ്കടപ്പെടുത്താൻ വയ്യ, സത്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ മോള് കരഞ്ഞപ്പോൾ ഞാൻ നിന്നോട് വന്ന് എല്ലാ സത്യങ്ങളും അവനെ അറിയിച്ചോട്ടെ എന്ന് ചോദിച്ചു. അന്ന് നീ അതിന് സമ്മതിക്കാത്തതിൽ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതുകൊണ്ടല്ലേ ഈ ഏറ്റുപറച്ചിലൊക്കെ ഇവിടെ നടന്നത്. എടാ അമ്പി, എൻ്റെ മോള് പറഞ്ഞത് കേട്ടല്ലോ നീ. ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ പുറകെ നീ വരാൻ നിൽക്കരുത്. ഇപ്പോൾ ഈ സന്തോഷത്തിൽ നീയൊക്കെ ചെയ്ത തെറ്റുകൾ അങ്ങ് ക്ഷമിക്കുകയാണ് ഞാൻ. എൻ്റെ മോള് പറഞ്ഞതുപോലെ ഒരു കണക്കിന് നീ ഇവളെ ചതിച്ചത് നന്നായെന്നേ ഞാനും പറയുള്ളൂ. നീ ഇവളെ പ്രേമിച്ച് വിവാഹം ആലോചിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് വന്നത്. നാട് മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ടും കണ്ടെത്താൻ കഴിയാതെ പോയ ആമിമോളെ അവിടെ വെച്ചല്ലേ എൻ്റെ മോന് തിരിച്ചു കിട്ടിയത്. ആമിമോള് എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടല്ലേ ദേവിമോൾക്കും വിച്ചുവിനെ കിട്ടിയത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിന്നെയൊക്കെ ഞാൻ ക്ഷമിച്ചു വിടുകയാണ്. ദാസൻ ആമിയുടെ അടുത്തേക്ക് ചെന്നു. അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് രാമചന്ദ്രൻ്റെ അരികിലേക്ക് ചെന്നു. സത്യത്തിൽ ഈ പിള്ളേരെ ചീത്ത പറയലും തല്ലുകയും ഒക്കെ ചെയ്യുന്നതിന് മുൻപ് തല്ലിക്കൊല്ലേണ്ടത് തന്നെയാണെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല രാമചന്ദ്ര. പക്ഷേ കർമ്മം കൊണ്ടാണെങ്കിലും ജന്മം കൊണ്ട് താൻ എൻ്റെ മോളുടെ അച്ഛനാണ്. അവളെ ഇത്രയും നാളും നോക്കി വളർത്തി ഇവിടം വരെ എത്തിച്ചതും താൻ തന്നെയാണ്. അതുകൊണ്ട് വിളിച്ചുകൊണ്ട് പോടോ താൻ തൻ്റെ മക്കളെ. ഈ നിൽക്കുന്ന നിന്റെ മോനെ ഇനിയും ജീവനോടെ കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവനോട് ഞങ്ങളുടെ പുറകെ വരാതിരിക്കാൻ പറഞ്ഞേക്ക്. സുഭാഷേ, മനു, എല്ലാവിധ ആഡംബരത്തോടു കൂടി തന്നെ അങ്ങ് കൊണ്ടുപോയി ആക്കി കൊടുത്തേക്ക് 3 വണ്ടിയിലേക്ക്. കേൾക്കാൻ കാത്തുനിന്ന പോലെ രാമചന്ദ്രൻ അമ്പിയെ ഒന്ന് നോക്കി അമ്പലത്തിന് പുറത്തേക്ക് നടന്നു. അമ്പിയും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. അവൻ നീയെ ഒന്ന് നോക്കി. അവൾ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് അവനും നീയക്കിടയിലായി നിഖിൽ വന്ന് നിന്നു. എടാ അമ്പി, ഇന്ന് ഇങ്ങനെയൊരു കാര്യം ഇവിടെ നടക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ മുഖാമുഖം ഒരു കാഴ്ച ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ്. എൻ്റെ പെണ്ണിനോട് നീ ചെയ്ത ദ്രോഹത്തിന് നിനക്കിട്ടൊന്ന് തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷേ നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ കൈകൊണ്ട് കിട്ടുന്നതിനേക്കാൾ ശക്തിയായി എൻ്റെ ദേവിമോള് നാവുകൊണ്ട് തന്നിട്ടുണ്ട് നിനക്ക്, അതിനും കൂടി ചേർത്ത്. അവൻ കുറച്ച് അകലെയായി നിൽക്കുന്ന കാർത്തുവിനെ ഒന്ന് നോക്കി. പറയാൻ മനസ്സിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർത്തേക്ക് പെണ്ണെ. എന്തിന് നിഖിലേട്ടാ? പറയാൻ ബാക്കി വെച്ച ഓർമ്മകൾ പോലും ഇയാളെക്കുറിച്ച് എനിക്കില്ല. നന്ദി മാത്രമേ പറയാനുള്ളൂ. വിവാഹം കഴിച്ച് ഇയാളെപ്പോലൊരാളുടെ ഒപ്പം ജീവിതം ജീവിച്ച് തീർക്കേണ്ട അവസ്ഥ എനിക്ക് വരുത്താതിരുന്നതിനുള്ള നന്ദി. പിന്നെ ദേവി പറഞ്ഞ പോലെ ഇയാളെപ്പോലൊരാളെ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ എനിക്കും നിഖിലേട്ടൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നന്മയുമെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്. പുച്ഛത്തോടെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവളും മുഖം മാറ്റി കളഞ്ഞു. അമ്പിയുടെ പൂർണ്ണമായ പതനമായിരുന്നു ആ നിമിഷം. ആകെ തകർന്ന് പരിസരബോധം പോലും ഇല്ലാതെ നിൽക്കുകയായിരുന്നു നിയ. അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്പി പുറത്തേക്ക് നടന്നു. നാളുകൾക്ക് മുൻപ് ഇതേപോലെ ഈ നടയിൽ വെച്ച് എല്ലാ രീതിയിലും തകർന്നു പോയ സഹോദരിയെ ചേർത്ത് പിടിച്ച് നടന്ന സഹോദരൻ്റെ മുഖം അവൻ്റെ മനസ്സിലേക്കെത്തി. അമ്പലത്തിൻ്റെ പടിയിറങ്ങുന്നതിന് മുൻപ് അവസാനമായി ഒരിക്കൽ കൂടി അവനൊന്ന് തിരിഞ്ഞു നോക്കി. ദേവിയെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന വിച്ചു, ആമിയോട് ചേർന്ന് നിൽക്കുന്ന ദർശൻ, കാർത്തുവിനരികിലേക്ക് ചെന്ന് അവളുടെ തോളിൽ കൈവച്ച് സ്നേഹത്തോടെ അവളോട് സംസാരിക്കുന്ന നിഖിൽ. മണിക്കൂറുകൾക്ക് മുൻപ് ഈ പടി കയറി വരുമ്പോൾ എല്ലാം നേടിയെടുത്ത അഹങ്കാരം മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനായി പടിയിറങ്ങുമ്പോൾ 6 മുഖങ്ങളിലും വിജയത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും സന്തോഷം അവന് കാണാൻ കഴിഞ്ഞു. ചെയ്തു കൂട്ടിയതിലെല്ലാം ജീവിതത്തിൽ ആദ്യമായി അവന് കുറ്റബോധം തോന്നി. അവർ 3 പേരും പോയി കഴിഞ്ഞപ്പോൾ കാറും കോളും അടങ്ങിയ ഒരു അവസ്ഥയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ഹരിദാസ് പൂജാരിയും അമ്പല കമ്മിറ്റിക്കാരും നിൽക്കുന്നിടത്തേക്ക് ചെന്നു. ക്ഷമിക്കണം, ഇതൊരു അമ്പലമാണെന്നും ഇവിടെ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അങ്ങനെയൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങളെല്ലാവരും. മനസ്സിൻ്റെ പിടിവിട്ടുപോയി. ശാന്തി ഒരു ചിരിയോടെ വന്ന് അയാൾക്കരികിൽ നിന്നു. നിങ്ങളെയും കുടുംബത്തെയും അറിയാത്തവരൊന്നല്ലല്ലോ ഞങ്ങൾ. അന്ന് ഈ അമ്പലനടയിൽ വെച്ച് കണ്ണീരോടെ നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയതിന് ഞങ്ങളും സാക്ഷികളായിരുന്നില്ലേ? പിന്നെ ഹരിദാസ് വന്ന് കാര്യങ്ങളെല്ലാം ഞങ്ങളോട് നേരത്തെ പറഞ്ഞതുമാണല്ലോ.
ഒരു ചിരിയോടെ ശാന്തി അത് പറഞ്ഞതും ദർശനും ഡാനിയും എല്ലാം അദ്ദേഹത്തെയും ഹരിദാസിനെയും ഞെട്ടലോടെ മാറി മാറി നോക്കി. ഇതല്ല, ഇതിലും വലിയ രംഗങ്ങൾ പ്രതീക്ഷിച്ചു തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്നിരുന്നത്. കുന്നുംപുറത്തെ അമ്മ നിങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ എതിർക്കാൻ ഞങ്ങൾക്കാവില്ല. ഇത് അമ്മയുടെ സന്നിധിയാണ്. നിങ്ങൾ അമ്മയുടെ മക്കളും. ന്യായം നിങ്ങളുടെ ഭാഗത്താണ്. അതുകൊണ്ട് അമ്മയും നിങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന് ഞങ്ങൾക്കും അറിയാം. ഇവിടെ നടന്നതിൽ ഒരു കുറ്റബോധമോ സങ്കടമോ ഒന്നും വേണ്ട. ഒരു ആശ്വാസവാക്കെന്ന പോലെ എല്ലാവരോടുമായി അദ്ദേഹം പറഞ്ഞു. ആമിയെയും ദേവിയെയും അദ്ദേഹം തനിക്കരികിലേക്ക് കൈകാണിച്ച് വിളിച്ചു. ആഗ്രഹിച്ച ജീവിതമാണ് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. ഇന്നലെ വരെ നടന്ന എല്ലാ സംഭവങ്ങളും സങ്കടങ്ങളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോണം. നല്ലൊരു ജീവിതം സന്തോഷത്തോടെ ആരംഭിക്കണം. കുട്ടികൾക്ക് എന്നും നന്മയുണ്ടാവും. അമ്മയുടെ അനുഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് വന്ദിച്ചു. മനസ്സ് നിറഞ്ഞ് അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. ഹരിദാസ് സാറ് പറഞ്ഞതുപോലെ താഴെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. സദ്യ കഴിക്കാനുള്ള സമയമാവുന്നതേ ഉള്ളൂ. അതിനു മുൻപ് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നമുക്ക് തീർത്തേക്കാം. അങ്ങോട്ടേക്ക് നടന്നോളൂ. കമ്മിറ്റിയിലെ ഒരു അംഗം വന്ന് ഹരിദാസിനോടായി പറഞ്ഞു. സദ്യ ഒരുക്കിയിട്ടുണ്ടോ അച്ഛാ? ആ മോനെ, കല്യാണം കഴിഞ്ഞ് വിളിച്ചു വരുത്തിയവർക്ക് ഒരു ചെറിയ സദ്യയെങ്കിലും കൊടുക്കണം. അമ്പലത്തിൽ നിന്നും താഴേക്ക് പടികളിറങ്ങിക്കൊണ്ട് അദ്ദേഹം ദർശനെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു. നേരത്തെ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ഗ്രാൻഡായി ഒരു റിസപ്ഷൻ കൂടി തന്നെ നടത്താമായിരുന്നു. ദർശനെ കൂട്ടിപ്പിടിക്കുന്നത് പോലെ ഡാനി കളിയാക്കിക്കൊണ്ട് ഹരിദാസിനോടായി പറഞ്ഞു. അതെ അതെ, നിന്നെയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അന്ന് തന്നെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി നടക്കാൻ പോകുന്ന കല്യാണത്തിൻ്റെ സുഖം കൂടി നശിപ്പിച്ച് കളഞ്ഞേനെ. അപ്പോഴേക്കും അവർ നടന്ന് ഓഡിറ്റോറിയത്തിനടുത്തേക്ക് കയറിയിരുന്നു. അല്ല, കല്ലുമോളും മാലതി ആൻറ്റിയും എവിടെ അച്ഛാ? ഒന്നും പറയണ്ട മോനെ, കല്ലുവിന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല പനി. നിങ്ങളോട് പറയണ്ടാന്ന് മാലതി പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ വന്ന് അവരെ കാണാതായപ്പോൾ ദേവിയും മാമിയും ചോദിച്ചിരുന്നു. അവരോട് മാത്രം ഞാനൊന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചു. പിന്നെ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ആരും ശ്രദ്ധിച്ചില്ലല്ലോ. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. അത്ര വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ നടന്ന എല്ലാ രംഗങ്ങളും ഞാൻ വീഡിയോ കോളിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. സ്വാതി പറയുന്നത് കേട്ട് ദർശൻ ഒന്ന് ചിരിച്ചുവെങ്കിലും കല്ലുവിൻ്റെ വയ്യായികയെക്കുറിച്ച് ഓർത്തതുകൊണ്ടോ എന്തോ ആ ചിരിയിൽ ഒരു മങ്ങലുണ്ടായിരുന്നു. അല്ല, എൻ്റെ ഉള്ളിൽ ഇപ്പോഴും കുറച്ച് സംശയങ്ങൾ ബാക്കിയുണ്ട്. അതുകൂടി ഒന്ന് ക്ലിയറായി കിട്ടിയിരുന്നുവെങ്കിൽ ഒരു സമാധാനം കിട്ടിയേനെ. എന്താടാ നിന്റെ സംശയം? ഇനിയിപ്പോൾ അതും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. സംശയം തീർത്തിട്ട് നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. ഡാനിയോട് പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന ജുബ്ബയുടെ കൈകളൊന്നും പൊക്കി വെച്ച് വലിയൊരാളെ പോലെ ഹരിദാസ് വന്ന് കസേരയിലിരുന്നു. എല്ലാവരും അയാളുടെ ഭാവം കണ്ട് ചിരിച്ചുപോയി. അല്ല, വിച്ചുവിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാമെന്നാണ് നിങ്ങൾ തീരുമാനിച്ചിരുന്നത്. പിന്നെന്തിനാ അതിനെ എതിർത്തത്? മാത്രല്ല, രാധികാൻറ്റിക്ക് സത്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും ആൻറ്റി എന്തിനാ വിവാഹത്തിൽ എതിർത്ത് നിന്നത്? അത് പറയുന്നതിന് മുൻപ് ഞങ്ങൾക്കും അതിലും പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് ഡാനി ചേട്ടാ. ഉടുത്തിരുന്ന സാരിയൊന്ന് ഒതുക്കി പിടിച്ച് ദർശനരികിൽ നിന്നും മുന്നോട്ട് വന്നുകൊണ്ട് ആമി പറഞ്ഞു. കാര്യങ്ങളൊന്നും ദർശേട്ടനോട് പറഞ്ഞില്ലെങ്കിലും ഏട്ടൻ ഒറ്റയ്ക്ക് വേദനിക്കുന്നത് കാണാൻ ഞങ്ങൾക്കും മനസ്സുണ്ടായില്ല. ഒറ്റയ്ക്കായി പോകരുതല്ലോ എന്ന് കരുതിയിട്ടാണ് രാധികാമ്മയോട് വിവാഹത്തിന് എതിർത്ത് നിൽക്കാൻ തന്നെ ഞങ്ങൾ പറഞ്ഞേൽപ്പിച്ചത്. അതാകുമ്പോൾ ദർശേട്ടൻ സ്വന്തം സങ്കടം അമ്മയോടെങ്കിലും തുറന്നു പറയൂലോ. സത്യത്തിൽ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ആദ്യം ദർശേട്ടനെ വിവാഹകാര്യത്തിൽ വിവരം അറിയിക്കുക എന്നായിരുന്നു. സ്വാഭാവികമായും കാര്യങ്ങൾ അറിയുമ്പോൾ ദർശേട്ടൻ ബഹളം വയ്ക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ദർശേട്ടൻ അറിയാതെ തന്നെ വേണം അവരോട് കാര്യങ്ങൾ പറയാമെന്ന് ഞങ്ങൾ മനസ്സിൽ കരുതിയിരുന്നു. ഞാനും ദേവിയും ഹോസ്പിറ്റലിലേക്കും ദർശേട്ടൻ ഓഫീസിലേക്കും പോയ സമയത്ത് കല്ലുവിനോടും മാലതി ആൻറ്റിയോടും രാധികാമ്മ സത്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ സമയം പോലെ ലതാമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ അറിയിച്ച് ലതാമ്മ വഴി വിച്ചുവേട്ടനോട് സംസാരിക്കാമെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. ദർശേട്ടനെ പോലെ വിച്ചുവേട്ടൻ ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ആദ്യമൊക്കെ എതിർത്താലും പിന്നീട് ഞങ്ങളുടെ പ്ലാനിനോട് സമ്മതിക്കുമെന്നും അറിയാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും വന്ന വിവരം ദർശേട്ടൻ വഴി അറിഞ്ഞു. വിച്ചുവേട്ടനും ലതാമ്മയും വർഷമോളും വീട്ടിലേക്ക് വന്നു. അവിടെ നടന്ന ഓരോ കാര്യങ്ങളും രാധികാമ്മ എനിക്ക് വീഡിയോ കോളിലൂടെ കാണിച്ചു തന്നിരുന്നു. സത്യത്തിൽ ആ നിമിഷം ഞങ്ങളൊന്ന് പതറിപ്പോയി. ദർശേട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു. ഇവർ വന്ന് കയറുകയും ചെയ്തു. ദർശേട്ടൻ്റെ സംസാരത്തിൽ നിന്നും തന്നെ ഇവർക്ക് 3 പേർക്കും കാര്യങ്ങൾ മനസ്സിലായി. അതെ, മോള് പറഞ്ഞതുപോലെ ആ നിമിഷം എന്ത് പറയണമെന്ന് അറിയാതായി പോയി ഞാനും.
ഹരിദാസും തൻ്റെ മാനസികാവസ്ഥ വ്യക്തമാക്കി. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വിച്ചുമോൻ ആകെ തകർന്നതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഞാൻ നിന്നോട് വിച്ചുവായിട്ട് അകത്തെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞത്. കല്ലുമോള് വർഷയെ വിളിച്ചുകൊണ്ട് പോയത് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ വിച്ചുവിനോടും ലതയോടും ദർശൻ്റെയും ഡാനിയുടെയും മുന്നിൽ സത്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ. ഞാനാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിൽ. ഞങ്ങൾക്കും ആകെ വിഷമമായി. പക്ഷേ ആ നിമിഷം ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞത് ലതയാണ്. ഞങ്ങൾ ഒരു സത്യം തുറന്നു പറയാതെ തന്നെ ലത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ദർശനും ഡാനിയും വിച്ചുവുമെല്ലാം ലതയെ അത്ഭുതത്തോടെ നോക്കി. ഇതിൽ അത്ഭുതപ്പെടാൻ എന്തായിരിക്കുന്നത്? എൻ്റെ മോളെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാനാ? ആമിമോളും ദേവിമോളും എൻ്റെ മക്കൾ തന്നെയല്ലേ. ഏത് സാഹചര്യത്തിലും ഏതൊരവസ്ഥയിലും നിങ്ങളെ രണ്ടുപേരെയും അവർ വിട്ടുകളയില്ലെന്ന് എനിക്കറിയാം. എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാത്രല്ല, വാശിയോടെ ദേവിമോള് ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴും മോളുടെ കണ്ണിൽ ഞാൻ അമ്പിയോടുള്ള പ്രണയമല്ല, വൈരാഗ്യം തന്നെയാണ് കണ്ടത്. എനിക്ക് മനസ്സിലായി ഇതൊക്കെ അവരുടെ പ്ലാനിംഗ് ആണെന്ന്. പക്ഷേ രാധികയ്ക്കും ഹരിദാസിനും അറിയാമെന്ന് എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിച്ചു കേൾക്കാതെ വർഷമോള് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം വിച്ചുവില്ലാത്ത സമയത്ത് രാധികയും ദേവിയും ആമിമോളും കൂടി എന്നെ കാണാൻ വന്നിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ അമ്മ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു വിച്ചുവേട്ടാ. പെട്ടെന്ന് കല്യാണം നടത്തുന്നതിന് പകരം കുറച്ചുനാൾ അമ്പിയെയും ചേച്ചിയെയും ഒന്ന് വട്ടം കറക്കാമെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. പിന്നെ പറയാതെ എന്തോരം നിങ്ങളെ ദ്രോഹിച്ചു. എന്നിട്ടും നിങ്ങളെല്ലാം വിട്ടുകൊടുത്തു. എന്നിട്ട് നിങ്ങളെ വെറുതെ വിട്ടോ? ഇല്ല, പിന്നെയും നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും ഞാൻ പറയുന്നു, കൊടുത്ത പണി കുറഞ്ഞു പോയെന്ന്. എൻ്റെ ഉള്ളിൽ കുറച്ച് കണക്കുകൂട്ടലുകളൊക്കെയുണ്ട്. ലത എന്തോ ആലോചനയോടെ പറഞ്ഞു. കേട്ടോ, അമ്മ പറയാ കല്യാണം കഴിയുമ്പോൾ ആമി ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങളവിടെ താമസിപ്പിക്കുമെന്ന്. അമ്പിയും വീട്ടുകാരും ചേച്ചിയും വിച്ചുവേട്ടനും സുഖമായി ജീവിക്കുന്നത് അവരൊന്ന് കാണണമെന്ന് അമ്മയ്ക്ക് വാശിയാണെന്ന് വർഷ കുറുമ്പോഴേ പറഞ്ഞു. അതൊന്നും വേണ്ട. എല്ലാം അറിഞ്ഞപ്പോൾ അമ്മ എനിക്കൊപ്പം നിന്നില്ലേ. ഈ സ്നേഹവും എന്നെ മനസ്സിലാക്കാനുള്ള അമ്മയുടെ മനസ്സും മാത്രം മതി എനിക്ക്. ഇനി പകരം വീട്ടിലും ഒന്നും വേണ്ട. എനിക്ക് ഇപ്പോൾ തന്നെ നല്ല സങ്കടമുണ്ട്. ഞാൻ കാരണം വിച്ചുവേട്ടൻ എന്തോരം വേദനിച്ചു. ലതയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവി പറഞ്ഞു. അവൻ വേദനിച്ച് ഇരട്ടി നീ വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം മോളെ. കേട്ടോ വിച്ചു, എള്ളോളം പോലും ദേവിമോളോട് നിന്റെ മനസ്സിൽ ദേഷ്യം പാടില്ല. നിന്നോട് എല്ലാ സത്യവും തുറന്നു പറയാൻ മോൾ എന്നോട് ഒരുപാട് തവണ അപേക്ഷിച്ചതാ. പക്ഷേ ഞാനാണ് സമ്മതിക്കാതിരുന്നത്. നിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ദർശൻ മോളോട് ദേഷ്യപ്പെടുമ്പോൾ രാത്രിയൊക്കെ മോള് വിളിച്ച് കരഞ്ഞു പറയും, ഞാനെൻ്റെ വിച്ചുവേട്ടനെ ചതിച്ചതുപോലെ ആവില്ലേ അമ്മേ, നമുക്ക് സത്യം പറയാമെന്ന്. എൻ്റെ ഒരു പിടിവാശിയുടെ പുറത്താണ് മോള് പറയാതിരുന്നത്. അമ്മ പറയുന്നത് കേട്ട് വിച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അല്ല ആൻറ്റി, വിച്ചു സത്യം അറിയുന്നതിനോട് ആൻറ്റിക്ക് എന്താ ഇത്ര എതിർപ്പ്? അതിന് എൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞ് ഞാൻ മോനെ അപമാനിക്കുന്നില്ല. അങ്ങനെ പറയാതെ കാര്യം പറ. ഒരു 9 വർഷം മുൻപ് ഞങ്ങളുടെ ഹൗസിംഗ് കോളനിയിൽ വാർഷികത്തിൻ്റെ ഭാഗമായി ഒരു നാടകമുണ്ടായിരുന്നു. പറഞ്ഞുകൊണ്ടൊരു ചിരിയോടെ വിച്ചുവിനെ നോക്കി അവർ. അവൻ്റെ മുഖത്തും ചമ്മൽ നിറഞ്ഞു. നല്ല നാടകവും നല്ല തിരക്കഥയുമെല്ലാമായിരുന്നു. പക്ഷേ നാടകം കുളമായിപ്പോയി. അതിന് ഒരേ ഒരു കാരണക്കാരൻ എൻ്റെ മോനായിരുന്നു. അവൻ്റെ അഭിനയം തീരെ ശരിയല്ലായിരുന്നു. കഥയിലെ നായകനായ ഇവനെ ഞങ്ങളെല്ലാവരും നാടകം നശിപ്പിക്കാൻ വന്ന വില്ലനായിട്ടാണ് കണ്ടത്. അന്ന് പിന്നെ ഇവനോടുള്ള സ്നേഹം കൊണ്ട് അസോസിയേഷനിലുള്ളവരും മകനായതുകൊണ്ട് ഞാനും പെങ്ങളായതുകൊണ്ട് ഇവളും സഹിച്ചു. ഇവിടെ നമുക്ക് അങ്ങനെയൊരു റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പാവം, ഇത് നിങ്ങൾ രണ്ടും ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് ഇവൻ്റെ അഭിനയം കൊണ്ട് അത് കുളമാവരുതെന്ന് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് വേദനിച്ചാലും സാരമില്ല, എല്ലാവരുടെയും ഒപ്പം അവനും സത്യം പറഞ്ഞാൽ മതിയെന്ന് ഞാനും കരുതി. ഡാനി വിച്ചുവിനെ ഒന്ന് നോക്കി വല്ലാത്ത രീതിയിലൊന്ന് ചിരിച്ചു. അമ്മമാരായാൽ ഇങ്ങനെ വേണം, നല്ല ബെസ്റ്റ് അമ്മ, ദർശൻ വിച്ചുവിൻ്റെ ചെവിക്കരികിൽ വന്ന് പറഞ്ഞു. സംശയങ്ങളെല്ലാം പറഞ്ഞും ചോദിച്ചും തീർത്ത് എല്ലാവരും സദ്യ കഴിക്കാനായിരുന്നു. മാലതിക്കും കല്ലുവിനുമുള്ള ഭക്ഷണകാര്യങ്ങളും ഇതിനിടയ്ക്ക് രാധിക വിളിച്ച് ഏർപ്പാടാക്കിയിരുന്നു. സ്വന്തം വീട്ടുകാർക്കെതിരായിട്ടാണ് നിൽക്കുന്നത് എന്നറിയാമായിരുന്നിട്ടും സത്യത്തിന് വേണ്ടി നിന്നതിന് ഹരിദാസിൻ്റെ ജ്യേഷ്ഠനും ഭാര്യയും പെങ്ങളുമെല്ലാം ആമിയെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. എല്ലാവർക്കും ആമിയെ ഒരുപാട് ഇഷ്ടമായി. 2 മണിക്കായിരുന്നു ഗൃഹപ്രവേശനത്തിനുള്ള സമയം പറഞ്ഞിരുന്നത്. ലതയും വിച്ചുവും വർഷയും ദേവിയും അവരുടെ വീട്ടിലേക്കും ആമിയെയും കൊണ്ട് ദർശൻ തങ്ങളുടെ വീട്ടിലേക്കും പോയി.
തങ്ങളുടെ ഇനിയുള്ള ജീവിതം സന്തോഷവും സമാധാനവും ആനന്ദകരവുമായി തീരണേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് പെൺകുട്ടികളും അവരുടെ വീടുകളിലേക്ക് വലതുകാൽ വെച്ച് കയറി. ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ വീട്ടിൽ വെച്ച് തന്നെ അവർ നടത്തി. ഇരു വീട്ടിലെയും ചടങ്ങുകൾ പരസ്പരം കാണാനായി വീഡിയോ കോളൊക്കെ നടത്തിയിരുന്നു രണ്ടു കൂട്ടരും.